അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വയനാട് ജില്ലയിലെ പാടിവയൽ എന്ന് പറയുന്ന സ്ഥലത്ത്, അതായത് മേപ്പാടിക്കടുത്ത് ഉള്ള പാടിവയൽ ശുഹദാക്കളുടെ മക്കാമിലാണ് നാം ഇപ്പോൾ ഉള്ളത്. ഇവിടുത്തെ കാഴ്ചകളും മറ്റുമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിക്കുന്നത്. ഇവിടെ മറവിട്ട് കിടക്കുന്നത് ശുഹദാക്കളാണ്. അപ്പോൾ ഇതിൻ്റെ ഉൾവശമൊക്കെ നമുക്കൊന്ന് കാണാം. വലിയ വിപുലമായ നേർച്ചയും മറ്റൊക്കെ നടക്കുന്ന സ്ഥലമാണ്. ഇപ്പോൾ കഴിഞ്ഞ മാസമായിരുന്നു ഇവിടെ വലിയ ഉറൂസും കാര്യങ്ങളൊക്കെ നടന്നത്. വളരെ പ്രസിദ്ധമായ ഒരു മക്കാമാണിത്. ധാരാളം തീർത്ഥാടകർ സിയാറത്തിനും മറ്റുമായി വരുന്ന ഒരു സ്ഥലമാണ്. വലിയ വിപുലമായ ഉറൂസും മറ്റൊക്കെ ഇവിടെ നടക്കാറുണ്ട്. അപ്പോൾ ഇങ്ങോട്ടേക്കുള്ള കറക്റ്റ് ലൊക്കേഷനും കാര്യങ്ങളൊക്കെ വീഡിയോയുടെ അവസാനത്തിൽ പറയുന്നതാണ്. ഇവിടെ വന്ന് സിയാറത്ത് ചെയ്യുമ്പോൾ നമ്മളെ മനസ്സിനും ശരീരത്തിനൊക്കെ ഒരു വല്ലാത്തൊരാവേശമാണ്, ഒരു സമാധാനമാണ്, ശാന്തമായൊരു സ്ഥലമാണ്. ഒരു കാമൻ ക്വൈറ്റ് എന്നൊക്കെ പറയാൻ പറ്റിയ ഒരു ശാന്തസുന്ദരമായ സ്ഥലമാണ്. അപ്പോൾ ഇത് ഇവിടുത്തെ ഖബർസ്ഥാനാണ്. ആ കാടൊക്കെ കാണുന്നത്. പള്ളി തൊട്ടടുത്ത് തന്നെ ഉണ്ട്. ഇത് സ്ത്രീകൾക്ക് നിസ്കരിക്കാനുള്ള റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്, സൗകര്യങ്ങളുണ്ട്. പിന്നെ ഇടക്കിടക്ക് വന്യജീവികളൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ്. ആനകൾ, കാട്ടുപോത്ത്, പുലി പോലത്തതൊക്കെ ഇറങ്ങുന്ന കാപ്പിത്തോട്ടങ്ങളും കാടുകളൊക്കെയാണ്. വരുന്നത് ഈ റോഡ് ഊട്ടി റോഡാണ്. ഇതിങ്ങനെ പോകുമ്പോൾ കോഴിക്കോട്ടേക്ക്, മേപ്പാടി വഴി ചുണ്ട വഴി കോഴിക്കോട്, ഇങ്ങനെ വടുവഞ്ചാൽ, അങ്ങനെ ഊട്ടി റോഡ്. അപ്പോൾ ഈ റോട്ടുമേൽ പാടിവയൽ എന്ന് പറഞ്ഞ സ്ഥലത്ത്, വടുവഞ്ചാൽ എത്തുന്നതിന് മുമ്പ് പാടിവയൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ പള്ളി ഉള്ളത്. ഈ പള്ളിൻ്റെ ഈ സൺറൈസ് വാലി റോട്ടിലാണ് ആ കാണുന്ന ഇടവഴി ഉണ്ടോ, അവിടെയാണ് മക്കാമുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മളെ ഈ പുതിയ ഫസ്റ്റ് വീഡിയോ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. മലയാളിയുടെ സഞ്ചാരം എന്നാണ് നമ്മളെ ഈ ചാനലിൻ്റെ പേര്. എല്ലാവരും വിജയിപ്പിക്കണം. ധാരാളം സഞ്ചാര വീഡിയോകളിടാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. പല വീഡിയോകളിടും. ഇതുപോലുള്ള നല്ല വീഡിയോകളും അതുപോലെ പല യാത്രകളും പല കാര്യങ്ങളും ഒക്കെ നമ്മളെ ചാനലിലുണ്ടാവും. അപ്പോൾ എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. എല്ലാ നിലക്കുമുള്ള നല്ല വീഡിയോകളായിരിക്കും നമ്മളെ ചാനലിലുണ്ടാവുക. ഇൻഫർമേറ്റീവായിട്ടുള്ള ഒരുപാട് വീഡിയോകളുണ്ടാവും. നമ്മളെ പ്രധാനപ്പെട്ട കുറച്ച് ഹോബീസും ഉണ്ടാവും. ഫിഷിങ് പോലത്തെ, കുക്കിംഗ് പോലത്തെ കാര്യങ്ങളൊക്കെ എല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുള്ളൊരു ചാനലാണ്. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഒരു ഓർഡിനറി തൃശ്ശൂർ ബസ് വരുന്നുണ്ട് കേട്ടോ, KSRTC നാട്ടിലേക്ക്.